നമസ്കാരം, അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ഓർക്കിഡുകളെയാണ് പരിചയപ്പെടുന്നത്. അതായത് ഓർക്കിഡുകളുടെ കളക്ഷൻ കണ്ടപ്പം ഒരു വീഡിയോ എടുത്തില്ലെങ്കിൽ നഷ്ടമായി പോകും എൻ്റെ പ്രേക്ഷകർക്കെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വിവിധ തരം നിറങ്ങളിലുള്ള ഓർക്കിഡുകൾ, അത് ഏതൊക്കെ ഇനമാണെന്നോ അല്ലെങ്കിൽ എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാനോ ഒന്നും അറിഞ്ഞുകൂടാ. നമ്മുടെ കൊല്ലം ജില്ലയിലെ എഴുകോണാണ്. അന്നേരം ജിജി മാഡത്തിൻ്റെ ഗാർഡനിലാണ് വന്നേക്കുന്നത്. അന്നേരം വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് അതിനു മുമ്പായി നിങ്ങളൊരു ചെറിയ കാര്യം ചെയ്യണം. കാരണം പറഞ്ഞാൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണം. അന്നേരം മാക്സിമം സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങളുടെ സപ്പോർട്ടിലൂടെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അന്നേരം നമുക്ക് ജിജി മാഡത്തിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് ഓർക്കിഡ്സിനെ പരിചയപ്പെടാം. ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ കുറച്ച് വെറൈറ്റീസ് നമുക്കിപ്പം സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട്. ഡെൻഡ്രോബിയത്തിൻ്റെ മാത്രമല്ല കുറച്ച് സ്പീഷ്യസ് വെറൈറ്റീസും നമുക്കിപ്പം വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ആൻറ്റിലോപ്പിൻ്റെ തന്നെ ഒരു 3-4 വെറൈറ്റീസ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ സ്പ്ലാഷിൻ്റെ 2-3 കളറ്, പിന്നെ ഒൺസീഡത്തിന് തന്നെ ഷെറി ബേബി ഓർക്കിഡ്സും പിന്നെ അതുപോലെ റെഡ് കളറും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡോൺമേരിയുടെ ഒരു 2 കളേഴ്സ് ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ കോമ്പാക്റ്റത്തിൻ്റെയും 2-3 കളേഴ്സ് നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. മറ്റുള്ള ചെടികളെപ്പോലെ നമുക്ക് ഓർക്കിഡ്സിന് വലിയ പരിപാലനം ഒന്നും ആവശ്യമില്ല. നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ സ്ഥലം കൂടുതലില്ലാത്തവർക്കുള്ള വീട്ടിൽ പോലും ചെയ്യാവുന്ന ഒരു ചെടിയാണ് ഓർക്കിഡ്സ്. മറ്റുള്ള ചെടികൾക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലം വേണം. ഓർക്കിഡ്സിനാകുമ്പം അങ്ങനെ ഒരുപാട് സ്ഥലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്കായാലും മണ്ണൊന്നും ഈ കാണത്തില്ലല്ലോ. അന്നേരം ഓർക്കിഡ്സ് ആകുമ്പം കുറച്ച് കരിക്കട്ട, ഓടിൻ്റെ പീസ് ഇതൊക്കെ മാത്രം മതി. ഒന്നുമില്ലെങ്കിലും കരിക്കട്ടയിൽ മാത്രം വേണമെങ്കിൽ നമുക്കിത് പോട്ട് ചെയ്യാം. അതുപോലെ ഓർക്കിഡിന് 2 നേരവും നല്ലതായിട്ട് നനയ്ക്കണം. നന ആവശ്യമാണ്. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ NPK 19 പിന്നെ അതുപോലെ ഈ റൂട്ടൊക്കെ നല്ലതായിട്ട് വരാൻ മിറക്കിൾ റൂട്ട് എന്നുള്ള ഇത് കിട്ടും. നമുക്ക് ഈ വളക്കടയിലൊക്കെ കിട്ടും. അന്നേരം അതും ഒരു 2 ആഴ്ചയൊക്കെ കൂടുമ്പം മിറക്കിൾ റൂട്ട് അത് അടിച്ചു കൊടുക്കണം. പിന്നെ ഫ്ലവറിങ്ങിന് മിറക്കിൾ 20 അതും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. മഴക്കാലത്ത് നമ്മൾ ഓർക്കിഡിന് ഇതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസർ മാത്രമേ യൂസ് ചെയ്യാവൂ. വേനൽക്കാലം ആകുമ്പം നമ്മൾ വീട്ടിൽ ചാണകത്തിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം, പിന്നെ അതുപോലെ ഈ മീനൊക്കെ കഴുകുന്ന വെള്ളം, ഇറച്ചിയുടെ വെള്ളം, ഇതെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം. നല്ലതായിട്ട് ഫ്ലവർ ഉണ്ടാവും ഈ ജൈവവളങ്ങൾ ഉപയോഗിച്ചാൽ. പിന്നെ ഇതിന് ഫംഗൽ രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഫംഗിസൈഡ് മസ്റ്റായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു 2 ആഴ്ചയൊക്കെ കൂടുമ്പം തന്നെ എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അത് സാഫ് സ്പ്രേ, ഏറ്റവും നല്ലതാണ് സാഫ്, അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ ഒച്ച് ശല്യം. ഈ ഓർക്കിഡ്സ് വളർത്തുന്നവരെല്ലാവരും പറയും ഒച്ചിൻ്റെ ശല്യം, അതുകൊണ്ടാണ് ഓർക്കിഡ് വളർത്താത്തത്. അവർ ഈ ഒച്ച ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ഓർക്കിഡ് വളർത്താതിരിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്നാൽ രാത്രി കാലങ്ങളിൽ ഈ ക്യാബേജിൻ്റെ ഇല ഈ ഓർക്കിഡിൻ്റെ പോട്ടിൻ്റെ അടുത്തൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അന്നേരം ഈ ഒച്ചെല്ലാം ഇതിനകത്തോട്ട് വരുമ്പം നമ്മൾ കുറച്ച് ഉപ്പെടുത്ത് ഇട്ട് കൊടുത്താൽ മതി. അന്നേരം ഈ ഒച്ചങ്ങ് നശിച്ചു പോയിക്കോളും. അതുപോലെ തന്നെ ഈ ഓർക്കിഡിൻ്റെ ഫ്ലവർ എന്ന് വെച്ചാൽ 2 മാസമൊക്കെ അതുപോലെ തന്നെ പൂ പൊഴിഞ്ഞു പോകാതെ തന്നെ അങ്ങനെ നിൽക്കുന്നതാണ് ഈ ഓർക്കിഡ്സിൻ്റെ. അതേസമയം സാധാ ചെടികളൊക്കെ പെട്ടെന്ന് പൊഴിഞ്ഞു പോകുമല്ലോ. അന്നേരം എല്ലാവർക്കും ഈസിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ഓർക്കിഡ്സ്. അന്നേരം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് വാങ്ങിക്കാവുന്നതാണ്. നമുക്ക് ഓൺലൈനിലായിട്ടും അയച്ചു കൊടുക്കും. പക്ഷെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഫ്ലവറൊക്കെ പോവാതെ അതുപോലെ തന്നെ വാങ്ങിക്കൊണ്ട് പോവാം. ഇത് നമ്മുടെ ഈ നഴ്സറി എന്ന് പറഞ്ഞാൽ എഴുകോണാണ്. കൊല്ലം ജില്ലയിലെ എഴുകോൺ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് തിരുവാതിര ഹോം ഗാർഡൻ എന്നാണ് നഴ്സറിയുടെ പേര്. ഓർക്കിഡിനെ പറ്റി നിങ്ങൾക്കും എനിക്കും ഒരേപോലെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു വീഡിയോ ആണിത്. കാരണം പറഞ്ഞാൽ എനിക്ക് ഓർക്കിഡുകൾ ഇഷ്ടമാണ്. പക്ഷേ ഓർക്കിഡുകൾ എത്ര ഇനം ഉണ്ടെന്നോ അല്ലെങ്കിൽ അതിൻ്റെ പേരുകൾ പറയാനോ ഒന്നും അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാനായിട്ടത് വിശദീകരിക്കാൻ. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വരണം കേട്ടോ. ഓർക്കിഡ് ആവശ്യം പോകേണ്ടത് ഓൺലൈനിലും നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇഷ്ടമുള്ള പടത്തിൻ്റെ സ്ക്രീൻഷോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വില പറഞ്ഞ് സാധനം ഓൺലൈനിൽ തന്നെ
ജിജി മാഡം അയക്കുന്നതായിരിക്കും. അന്നേരം നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജിജി മാഡമായിട്ട് വാട്സാപ്പിലോ അല്ലെങ്കിൽ കോൾ ചെയ്തോ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ അനുസരിച്ച് ഉത്തരവാദിത്തത്തോടെ നല്ല രീതിയിൽ കൊറിയർ സർവീസ് ചെയ്ത് നിങ്ങളുടെ കൈകളിൽ ചെടികൾ സുരക്ഷിതമായി എത്തും. അതുകൂടാതെ നിങ്ങൾ ഡയറക്റ്റ് വരുവാണെങ്കിൽ പൂക്കളുടെ ഭംഗി കണ്ടും പൂക്കൾ പൊഴിയാതെ ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് നേരിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. അന്നേരം വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അന്നേരം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ഈ വീഡിയോയുടെ വിജയം എൻ്റെയും കൂടെ ഒരു വിജയമാകണമെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഫോളോ ചെയ്യണം. അന്നേരം അടുത്ത വീഡിയോ കാണുന്നതിന് വരെ ഗുഡ് ബൈ.